ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് കരം. അത് എഴുതിയിരിക്കുന്നത് നോബിളാണ്, അതിൽ ലീഡ് റോൾ ചെയ്യുന്നതും നോബിളാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ സിനിമ കണ്ട് വീട്ടിലെത്തിയിരിക്കുകയാണ്. സിനിമയുടെ ഒരു കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരയുടെ പോലെ തന്നെ എനിക്ക് തോന്നി. പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ രണം ഉണ്ടല്ലോ, ആ ഒരു ലെവൽ മേക്കിങ്ങും. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതിനും ഉണ്ടായ ഒരു കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അത് ഇന്റർനാഷണൽ മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഏത് രാജ്യക്കാർ കണ്ടാലും അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു മൂവി ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് കാര്യങ്ങളും പുറത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ ആയാലും കാര്യങ്ങളായാലും ഭാഷകളൊക്കെ ആയാലും. അതുപോലെ തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു കേരളത്തിൻ്റെ ഒരു സ്റ്റോറി പറയുന്നതായിട്ട് തോന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കേരളത്തിൻ്റെ സ്റ്റോറി അങ്ങനെ കേരളത്തിൽ സ്റ്റോറി എന്ന് വെച്ചാൽ മലയാളികളാണല്ലോ. ഇപ്പൊ മലയാള സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു പാറ്റേൺ നമുക്ക് മിക്കപ്പോഴും വരാറുണ്ടല്ലോ. ഇത് വരില്ല. അല്ല, മനുഷ്യക്കടത്തും അതൊക്കെ തന്നെയാണല്ലോ. മനുഷ്യക്കടത്താണെങ്കിലും ഇതൊരു എന്താ പറയാ, മിലിറ്ററിക്കാരന്റെ കഥ പറയുന്ന ഒരു മൂവിയാണ്. അതുപോലെ മിലിറ്ററിക്കാരന്റെ കഥ തുടക്കത്തിൽ മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ മിലിറ്ററിക്കാരൻ ആ സിനിമയിൽ മിലിറ്ററി കഥാപാത്രം ആയിക്കോട്ടെ, മിലിറ്ററിക്കാരനല്ലേ. പിന്നെ അയാൾ പിന്നെ നേരെ തൊഴിലുറപ്പിന് പോയി. അയാളുടെ ജോലി പോയടോ. അയാൾ ജോലി പോയിട്ട് അയാൾ മിലിറ്ററിക്കാരനല്ലേ. ഒരു പട്ടാളക്കാരൻ പട്ടാളത്തിൽ നിന്ന് തോന്നുന്നു വിചാരിക്കുക. അയാള് പട്ടാളക്കാരനല്ലേ ആയിരുന്നില്ലേ? അല്ല, പട്ടാളക്കാരനായിരുന്നു, പക്ഷെ ജോലി പോയി. പട്ടാളക്കാരന്റെ കഥയെന്ന് പറഞ്ഞത് ജോലി പോയ പട്ടാളക്കാരന്റെ കഥ. ശരി, ജോലി പോയാലും പട്ടാളക്കാരന്റെ കഥ. ജോലി പോയ ഒരാളുടെ കഥ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഡയറക്ഷൻ ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? ഡയറക്ഷൻ ഒന്നും കുഴപ്പമില്ല. കാരണം നമ്മുടെ ഈ വിനീത് ശ്രീനിവാസൻ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് തിര എന്ന് പറഞ്ഞ സിനിമ വ്യത്യസ്തമാണല്ലോ. ഓൾറെഡി ഫസ്റ്റ് മൂവിയുടെ ഒരു രീതിയിൽ തന്നെയല്ലേ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് അല്ല, നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫസ്റ്റ് മൂവിയുടെ ആ ഒരു പാറ്റേണിലാണ് പിടിച്ചിരിക്കുന്നത്. തിര കണ്ടിട്ടില്ലേ? വേറെ വ്യത്യാസം എന്താ പറയട്ടെ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മനസ്സിലായ കാര്യം. പിന്നെ മ്യൂസിക് അത് ഇല്ലാത്ത വന്നിട്ടുണ്ട്. അതേപോലെ ചില ഡയലോഗുകളാണെങ്കിലും തിരയില വന്നിട്ടുണ്ട്. തോന്നിയില്ല നിങ്ങൾക്ക്? എന്താ പ്രശ്നം പറയട്ടെ, നമ്മൾ ഈ തിര എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ ആ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക അങ്ങനെയുള്ള സംഭവങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് അതൊരു ഇത് ഇന്റർനാഷണൽ ഒരു നടക്കുന്ന കാര്യമായിട്ട് നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ എനിക്ക് ഇതിലാകെ ഒരു പ്രശ്നം വന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ ഇബ്രാഹിമോവിച്ച് അതായത് ഇന്റർനാഷണൽ ഒരു രാജ്യത്തിന്റെ ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന്റെ തന്നെ മെയിൻ ഒരു എന്താ പറയാ ഗാങ്സ്റ്ററാണ്. അത് അണ്ടർവേൾഡ് ആണ്. ചെക്കോസ്ലാവയ്ക്കാണോ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ എന്ത് സ്ഥലം എനിക്കറിയില്ല. അതേപോലെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്റർനാഷണൽ ആയിട്ട് 5 പെണ്ണുങ്ങളെ ഉള്ളു പുള്ളി കടത്തിയേക്കുന്നത്. അല്ലല്ലോ, ഫുൾ കാണിക്കാൻ കുറെ പേര് നിർത്തിയിരുന്നുണ്ടല്ലോ. ഓരോ തവണ ഓരോരുത്തരാണ് അങ്ങനെയൊക്കെ കാണിക്കണേ. അതാണ് എനിക്ക് തോന്നിയ കാര്യം. തനിക്കും തോന്നിയ അല്ലേ ഈ സംഭവം? ഈ സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെ പല സിനിമകളിലും വന്നിട്ടുണ്ട്. അത് എന്താ പറയാ, ഇപ്പൊ പഴയ വീഞ്ഞ് പുതിയ കുപ്പിൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. ഈ പറയുന്ന ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്ന് പറയുന്ന പോലെ കളറിങ് ആണെങ്കിലും ക്യാമറ ആണെന്നുണ്ടെങ്കിലും. പിന്നെ എനിക്ക് നോബിളിന്റെ ആക്ടിങ് കുഴപ്പമില്ലല്ലേ? നോബിളിന്റെ ആക്ടിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ജഡ്ജ് ചെയ്യാനല്ല, അയാളെ കുറിച്ച് ഒന്നും പറയാൻ പോലും പാടില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ പുതുമ നടനാണ്. അയാൾക്ക് ഒരുപാട് ആക്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല. അയാളുടെ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ നടനൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അയാൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ചെറിയ ചെറിയ വിഷയങ്ങൾ. അപ്പൊ അയാൾ കുറച്ചുകൂടി കഴിയട്ടെ. അതായത് ഇപ്പൊ 2-3 സിനിമകൾ കൂടി കഴിഞ്ഞിട്ട് അയാളുടെ ആക്ടിങ് നമുക്ക്. കാരണം ആദ്യത്തെ 2-3 നായകനായിട്ട് വന്നിരിക്കുന്ന സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, പുള്ളി സിനിമയില് അതായത് നായകനായിട്ട് അഭിനയിക്കാൻ തന്നെ കഥ എഴുതായിട്ട് തോന്നുന്നുണ്ടോ? കാരണം റിട്ടേൺ ബൈ പുള്ളി തന്നെയാണല്ലോ. അതല്ല, നമുക്കിപ്പോ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സമയത്ത് നമ്മള് ഒരു സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് ചിലപ്പോൾ പല ഡിസ്കഷൻ ഉണ്ടാവും. അതെല്ലാം കാര്യം ചിലപ്പോൾ പുറത്ത് പറയാൻ പറ്റിയെന്ന് വരില്ലായിരിക്കാം. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ഒരു സിനിമ പിടിക്കുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ സംസാരിച്ചേക്കണേ, ഇയാൾക്ക് വേണ്ടിയുള്ള പടമായിരുന്നു, ഇത് എന്തുകൊണ്ടാണ് ഈ സിനിമ ധ്യാനല്ല വിനീത് ശ്രീനിവാസൻ പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ മാക്സിമം എടുത്തിട്ടാണ് പ്രൊഡ്യൂസറാണ്. പിന്നെ വൈശാഖ സുബ്രഹ്മണ്യം അങ്ങനെ ആ പയ്യനുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു
ഐഡിയ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിപ്പോയി. കാരണം വെച്ചാൽ ഇത്രയും ശരിയാണ്, ഇത്രയും മാറിയ ഇതിലൊക്കെയാണ് ചെയ്തത് ഫസ്റ്റ് പറയുന്ന കാര്യങ്ങളും. പിന്നെ പക്ഷെ ഈ പടം നമുക്ക് ഒരിക്കലും ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഷാജോണും ബാബുരാജും നല്ല രീതിയിൽ അത് പ്രസന്റേഷൻ ആണല്ലോ. അത് അത് കൊടുക്കേണ്ടത് വിനീത് ശ്രീനിവാസ് തന്നെയാണ്. അങ്ങനെ രണ്ടുപേരുടെയും അവരെ കൊണ്ട് വിനീത് ശ്രീനിവാസ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് കൈ കിട്ടി അദ്ദേഹം അതെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് സാധനം പോലും അങ്ങോട്ട് മാറാനോ മാറ്റി പറയാനോ പാടുണ്ടാവില്ല. അവര് പറഞ്ഞ കാര്യമായിരിക്കും അവർ പറഞ്ഞ കോമഡി ആയാലും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും. അല്ല ബാബുരാജ് എനിക്ക് തോന്നുന്നു ഡബിങ് സമയത്ത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തത്. കാരണം ചില സമയത്തൊക്കെ ലിപ്പിൽ ഇല്ല അത്, പക്ഷെ ഡബിങ്ങിൽ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു ചില കോമഡി സാധനങ്ങളൊക്കെ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ പറയുന്ന പോലെ നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. തിയേറ്ററിൽ പോയി കാണാനുള്ള പടം ഉണ്ട്. കാരണം അതെന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ഉള്ളത്. 2 മണിക്കൂറെന്തേ ഉള്ളൂ അല്ലേ പടം? 2 മണിക്കൂർ പടം സ്പീഡാണ്. ഒരുപാട് പാട്ട് നല്ലതായിരുന്നു. നല്ലതാണ്. ഞാൻ ഈ പറയുന്ന ഷാൻ റഹ്മാന്റെ വേറെ മ്യൂസിക് കണ്ടതുകൊണ്ടും എനിക്കിത് പറയുന്ന പോലെ അത് ഒരുപാട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല ഈ മ്യൂസിക്. കാരണം നായകന്മാരും പുതിയ ആളുകളാണ്, അതെ അവരും കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പറയുന്ന പോലെ തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ.